ലൈറ്റ് കത്തിച്ചപ്പോഴുള്ള കാഴ്ചയാണ്. അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ക്രാഫ്റ്റ് വർക്കാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേ വെച്ചുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ്. നമ്മുടെ ഈ ബാക്കിൽ കാണുന്നത് വേ ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വേയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടേത് മലയോര പ്രദേശമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിറച്ച് വേയൊക്കെ കാണുവാനായിട്ട് കഴിയും. നമുക്കൊരു 5-6 പീസ് വേ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് മാത്രമേ നമ്മൾ മുറിച്ചെടുക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ചാലിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിറച്ച് വേയാണ് കേട്ടോ. ഈ ഒരു വരി ഫുള്ള് വേയാണ്. പിന്നെ ഇവിടെ കാട്ടുപന്നിയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. നമ്മളപ്പോൾ ആവശ്യമുള്ള വേയൊക്കെ നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഇലയൊക്കെ നമ്മളൊന്ന് അരങ്ങിയെടുക്കണം. നമുക്ക് അതിൻ്റെ തണ്ട് മാത്രമേ ആവശ്യമുള്ളൂ, ഇലയൊന്നും ആവശ്യമില്ല. ഇത്രയും വേയുടെ കമ്പ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി 2 വലിയ പീസ് ഇതിലേക്ക് വേണ്ടിയിട്ട് മുറിച്ചെടുക്കണം. 2 വലിയ പീസ് മുറിച്ചെടുത്തതിന് ശേഷം ചെറിയ പീസുകൾ നമുക്കിതിൽ ആവശ്യമുണ്ട് ക്രോസ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പീസും കൂടെ നമ്മൾ മുറിച്ചെടുക്കണം. നമ്മളൊരു തൂക്കുലൈറ്റിൻ്റെ ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എത്ര പീസ് വേണോ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചധികം ചെറിയ പീസുകൾ വേണ്ടി വരും. 2 പീസ് മാത്രമേ വലിയ പീസ് ആവശ്യമുള്ളൂ. നമ്മുടെ ചാനലിൽ നേരത്തെ ചിരട്ടക്കപ്പ് ഉണ്ടാക്കുന്ന വീഡിയോസും അതുപോലെ തന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ്, ക്രാഫ്റ്റ് വർക്കിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മളെ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ പ്ലേലിസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. ചെറിയ പീസ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ അളവിന് തന്നെ ബാക്കി എല്ലാ പീസുകളും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മൾ കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്താൽ മാത്രമേ ഇത് ഒട്ടിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെർഫെക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഞാനിത് ആശാ ബ്ലേഡ് വെച്ചാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇത് ആശാ ബ്ലേഡ് വെച്ചൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിച്ചാത്തി ഉപയോഗിച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അധികം ബലമൊന്നും ഇല്ലാത്തതാണ് വേ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് ആശാ ബ്ലേഡ് ഇവിടെ ഇരുന്നതുകൊണ്ട്, വീട്ടിലിരുന്നതുകൊണ്ട് ഞാനത് ഉപയോഗിച്ച് കട്ട് ചെയ്തതന്നേ ഉള്ളൂ. നമ്മുടെ എല്ലാ പീസുകളും കട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാ പീസുകളും നമ്മൾ കട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തപ്പോൾ ഇത്രയും പീസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ പീസുകളും നമ്മൾ കണ്ടില്ലേ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. മനസ്സിലായി, മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ഇത് നേർപകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കിനി മുറിച്ചെടുത്തിട്ടുള്ള എല്ലാ പീസുകളും കറക്റ്റ് നേർപകുതിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് അതിൻ്റെ സെൻറ്റർ വെച്ച് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് സൈഡിലെങ്ങാനും വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പീസ് വേസ്റ്റായി പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നോക്കി തന്നെ കട്ട് ചെയ്തെടുക്കുക. കാർഡ്ബോർഡ് ബോക്സ് വെച്ചാണ് ആദ്യം വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അപ്പോൾ നമ്മളിവിടെ മലയോര പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ വേയുടെ കമ്പൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേയുടെ കമ്പ് വെച്ച് പിന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. കാർഡ്ബോർഡ് ബോക്സ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വെളിയിലൊക്കെ തൂക്കിയിടുകയാണെങ്കിൽ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാവുന്നതായിരിക്കും. അപ്പോൾ ഈ വേയുടെ കമ്പാകുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യത്തില്ല. നമ്മൾ അകത്തൊക്കെ ഇടുകയാണെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ വേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ കളറാണ്. അപ്പോൾ ഇത് ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഗ്രീൻ കളറൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് പെയിൻറ്റൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഗ്രീൻ കളർ പെയിൻറ്റൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് നമ്മളെല്ലാ പീസും മുറിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ പീസുകളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നേർപകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫെവിക്കോളിൻ്റെ വുഡ്ഫിൽ എന്ന് പറഞ്ഞ പശ വെച്ചാണ് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുന്നത്. ഫെവിക്കോളിൻ്റെ വുഡ്ഫിൽ പശ വെച്ച് ഒട്ടിക്കുമ്പോഴത്തേക്ക് നമ്മൾ പൊടിയോ മരപ്പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടി. എങ്കിൽ കറക്റ്റായിട്ട് അത് ഒട്ടിയിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചുവരിലേക്ക് തൂക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ഇളക്കി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒട്ടിക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ വേയുടെ കമ്പുകൾ അങ്ങ് അറ്റം വരെ നമ്മൾ നിരത്തി ഫുൾ ഒട്ടിച്ചെടുക്കണം. ഇതുപോലത്തെ 2 സെറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ക്രോസ് ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു ബോക്സിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ. അപ്പോൾ ഇത് വേക്കമ്പ് വെച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ഹോൾഡറിൻ്റെ ആവശ്യമുണ്ട്, ഒരു ബൾബും, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. പക്ഷേ വേക്കമ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലും കാർഡ്ബോർഡ് ബോക്സിൻ്റെ പീസോ എന്തെങ്കിലും കട്ട് ചെയ്ത് ഇതേപോലെ നമുക്ക് ചെയ്ത് മനോഹരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിലും നമ്മളിതിലേക്ക് ആദ്യം പശ ഒഴിച്ചതിന് ശേഷം പിന്നെ മരപ്പൊടി ഇടും കേട്ടോ അതിൻ്റെ പുറത്ത്. എന്നിട്ട് അതിനുശേഷം വീണ്ടും ഇതിൻ്റെ മുകളിൽ പശ ഒഴിച്ച് നല്ല സെറ്റായിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഇളകി വീഴാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ കളറൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്കിൽ കുറച്ചും കൂടെ ഭംഗി കൂടുന്നതായിരിക്കും. എന്തായാലും നമ്മൾ കളറൊന്നും ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഇതിൽ പച്ച കളർ, നല്ലൊരു ഗ്രീൻ കളർ ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കളറൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെ എല്ലാ പീസുകളും നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇതേപോലത്തെ 2 പീസും പിന്നെ ഇതിൻ്റെ സൈഡിലും അടിയിലുമുള്ള എല്ലാ പീസുകളും നമുക്ക് ഒട്ടിക്കണം. ഇതിൻ്റെ മുകളിൽ മാത്രം നമ്മൾ ഒട്ടിക്കാൻ പറ്റില്ല ഇപ്പം. കാരണം ഇതിലേക്ക് നമുക്ക് ബൾബ് വയ്ക്കണം. ബൾബ് വെച്ചതിന് ശേഷം മാത്രമേ അത് ഒട്ടിച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വീട്ടിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. അപ്പം നമ്മളെ പണി ഏതാണ്ട് കഴിയാറായിട്ടുണ്ട്, ഒട്ടിച്ച് ഏതാണ്ട് തീരാറായിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിനി ബൾബൊക്കെ ഇതിലിടണം. ബൾബൊക്കെ ഇട്ടിട്ട് നമുക്കിനി കത്തിച്ച് നോക്കണം. കത്തിച്ച് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇത് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളിതിൻ്റെ എല്ലാ പീസും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ആ മുകളിലത്തെ ടോപ്പിലെ ഒരു ബൾബിടാണ്ട ഭാഗം മാത്രമേ ഒട്ടിക്കാനുള്ളൂ. അപ്പോൾ വേവിച്ചുള്ള ക്രാഫ്റ്റ് വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബോക്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ 60 വാട്ട്സിൻ്റെ ഒരു ബൾബാണ്. അതിൽ ഹോൾഡറൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യണം. ഹോൾഡറൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ആ സെൻറ്റർ തന്നെ സെറ്റ് ചെയ്യുക കേട്ടോ. ബൾബ് കറക്റ്റായിട്ട് സെൻറ്റർ തന്നെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള പീസ് നമ്മൾ സൈഡിലേക്ക് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. മുകളിലത്തെ എല്ലാ പീസും ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ചെറിയൊരു കൊളുത്തും കൂടെ ഇടുന്നുണ്ട്. കൊളുത്ത് നമ്മൾ ചുവരിലേക്ക് തൂക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊളുത്തിടുന്നത്.
ഒട്ടിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി ഇത് വേക്കമ്പ് വെച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ബൾബൊക്കെ ഇട്ട് കത്തിച്ച് നോക്കുമ്പോഴേ അറിയാവോ ഇത് എത്രത്തോളം ഭംഗിയുണ്ടെന്ന്. നമ്മളിത് ഒട്ടിച്ചെടുക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ. നമുക്കൊരു 3/4 മണിക്കൂർ കൊണ്ട് വീട്ടിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് വർക്കാണ്. ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ഭംഗിയായിട്ട് ചെയ്ത് ഫിനിഷാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നല്ല. എന്തായാലും വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ക്രാഫ്റ്റ് വർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബൾബ് എങ്ങാനും ഫീസായി പോവുകയാണെങ്കിൽ മുകളിലത്തെ 1-2 പീസ് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫീസായ ബൾബ് മാറ്റിയിടാവുന്നതാണ്. മാറ്റിയിട്ടതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ ഒട്ടിച്ച് നീറ്റാക്കി ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വേവിച്ചുള്ള കുഞ്ഞൻ തൂക്കിലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേവിച്ചുള്ള ക്രാഫ്റ്റ് വർക്ക് പൂർത്തിയായിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളെ ബൾബൊക്കെ നമ്മൾ ഇതിൻ്റെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കത്തിച്ച് നോക്കണം. എങ്ങനെയുണ്ടോ നമുക്കൊന്ന് കത്തിച്ച് നോക്കണം. നമ്മളിത് പകലാണ് കത്തിച്ച് നോക്കിയത്. അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കത്തിയപ്പോഴത്തേക്ക്. അപ്പോൾ രാത്രി കത്തുമ്പോഴത്തേക്ക് ഇത്തിരി കൂടെ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയൊരു ദിവസം കാണാം.